കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. എന്താ കോസ്റ്റ് കോൺസെപ്റ്റ്? ഈ കോസ്റ്റ് കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വാങ്ങിക്കുന്ന എല്ലാ അസറ്റുകളും അവ വാങ്ങിക്കാനായിട്ടുള്ള ആക്ച്വൽ കോസ്റ്റിന്റെ പുറത്ത് വേണം റെക്കോർഡ് ചെയ്യാൻ. അതല്ലാതെ ആ സമയത്തെ വാങ്ങിക്കുന്ന സമയത്തെ അവയുടെ മാർക്കറ്റ് പ്രൈസ് അവിടെ പരിഗണിക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ ഈ സംഭവത്തിന് സാധൂകരിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു മെഷീനറി വാങ്ങിച്ചു ഒരു 1 lakh rupeesന്. പക്ഷെ ഈ മെഷീനറി എന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കൊരു 10,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയി. ഇനി ബിസിനസ്സിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ ചാർജസ് ഒക്കെ ആയിട്ട് 5,000 രൂപയായി. അപ്പോൾ ഞാൻ ഏത് പ്രൈസിലായിരിക്കും എന്റെ ബിസിനസ്സിന്റെ അക്കൗണ്ട്സിൽ ഈ ഒരു മെഷീനറിയുടെ കോസ്റ്റ് കൊടുക്കുക? 1,15,000 രൂപ. 1 lakh പ്ലസ് 10,000 പ്ലസ് 5,000, 1,15,000 രൂപയ്ക്കായിരിക്കും ഈ മെഷീനറിയുടെ കോസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള കോസ്റ്റുകളെ നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്ന ടേമിലും പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും.